സ്ക്രീൻ അല്ലേ? കാണാം സാർ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് പഠിക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് നമുക്ക് അറേയുടെ ആവശ്യം വന്നത്, എന്തിനാണ് അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുന്നത്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ എനിക്ക് ഒരു ക്ലാസ്സിൽ ഒരു 5 പേരുടെ മാർക്ക് എനിക്ക് സേവ് ചെയ്തിട്ട് എൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. 5 പേരുടെ മാർക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇൻഡ് M1 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ മാർക്ക് ക്രിയേറ്റ് ചെയ്യും, M2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ മാർക്ക് ക്രിയേറ്റ് ചെയ്യും, M3 എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ മാർക്ക് ക്രിയേറ്റ് ചെയ്യും, M4 എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ മാർക്ക് ക്രിയേറ്റ് ചെയ്യും, M5 എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ മാർക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ 5 പേരുടെ മാർക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എത്ര വാല്യൂസ് നമുക്ക് സേവ് ചെയ്യണം. എനിക്കൊരു ക്ലാസ്സിലെ 5 പേരുടെ മാർക്ക് സേവ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ 5 വേരിയബിൾസുകൾ യൂസ് ചെയ്യണം. അപ്പോൾ 5 വേരിയബിൾസുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുക, ഫസ്റ്റ് മാർക്കിന് വേണ്ടിയിട്ട് M1 യൂസ് ചെയ്യണം, സെക്കൻഡ് മാർക്കിന് വേണ്ടിയിട്ട് M2 യൂസ് ചെയ്യണം, തേർഡിന് വേണ്ടിയിട്ട് M3, M4, M5, ഇങ്ങനെ 5 വാല്യൂസ് 5 വേരിയബിളുകൾ ആ മാർക്ക് എന്ന് പറയണ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 50 പേരുണ്ടെന്ന് ഇരിക്കട്ടെ, ഒരു ക്ലാസ്സിൽ 50 പേരുണ്ട്. 50 പേരുണ്ടെങ്കിൽ ഈ 50 പേരുടെ മാർക്കുകൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരാൾക്ക് 15 സബ്ജക്ട് 20 സബ്ജക്റ്റ് ഉണ്ട്. 20 സബ്ജക്ട് ഉണ്ടെങ്കിൽ ഈ 20 സബ്ജക്റ്റിന്റെ മാർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ M1, M2, M3 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അത് മാർക്കിന്റെ കേസിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മളുണ്ട്. ഇനി ഞാൻ ഒരു ക്ലാസ്സിൽ ഏജ്, ഒരു ക്ലാസ്സിൽ 50 പിള്ളേരുണ്ട്. ഈ 50 പിള്ളേരുടെ ഏജ് എനിക്ക് സേവ് ചെയ്യണം. ഒരു ക്ലാസ്സിൽ 50 പേരുണ്ട്, 50 പേരുടെയും ഏജ് എനിക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഏജ് 1, ഏജ് 1, ഏജ് 2, ഏജ് 3, എക്സെട്ര അപ് ടു ഏജ് 50 എന്ന് പറഞ്ഞിട്ട് ഇത്രയും വേരിയബിളുകൾ ഞാൻ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇത്രയും വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരുമ്പോൾ ഈ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഏജ് 1, ഏജ് 2, ഏജ് 3 എന്ന് പറഞ്ഞിട്ട് 50 വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലുള്ള വാല്യൂസ്, അപ്പോൾ ഏജ് 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റുഡന്റിന്റെ ഏജ് എത്രയാണ്? അപ്പോൾ ആദ്യത്തെ സ്റ്റുഡന്റിന്റെ ഏജ് 18 ആണെങ്കിൽ 18 അവിടെ ഉണ്ടാവും. അടുത്ത സ്റ്റുഡന്റിന്റെ ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ 20 ആണെങ്കിൽ 20 അവിടെ ഉണ്ടാവും. അടുത്ത സ്റ്റുഡന്റിന്റെ ഏജ്, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റുഡന്റിന്റെ ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ 16 ആണെങ്കിൽ 16 അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സ്റ്റുഡന്റിന്റെ ഏജ് എന്ന് പറയുന്നത് ചിലപ്പോൾ 20 ആണെങ്കിൽ 20 അവിടെ ഉണ്ടാവും. ഇത്രയും വാല്യൂസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിജർ എന്ന് പറയുന്ന എല്ലാവരുടെയും ഏജ് ഒരേ ഡാറ്റ ടൈപ്പാണ്. ഏജ് എന്തായാലും ഡെസിമൽ പോയിന്റിൽ നമ്മൾ പറയില്ലല്ലോ. ഏജ് നമ്മൾ ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിജർ വാല്യൂസ് ആയിട്ട് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഇൻഡിജർ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള 50 ഇൻഡിജർ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 50 വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. പക്ഷേ ഇതൊരിക്കലും എപ്പോഴും പോസിബിൾ ആകുന്ന കേസ് അല്ല. ഇപ്പം 100 എണ്ണം വേണം, 100 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വേരിയബിളിൽ നമുക്ക് ഒരുപാട് വാല്യൂസ് സേവ് ചെയ്യാൻ കഴിയണം. ദ ടേം ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. സിംഗിൾ വേരിയബിൾ, ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യും. സോ ഒരു വേരിയബിളിൽ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സേവ് ചെയ്യാൻ പറ്റാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേരാണ് അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മെട്രിക്സ് അല്ലെങ്കിൽ മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്. 2 ഡയമെൻഷണൽ റോയും കോളവും ഉള്ള 2 ഡയമെൻഷനിലാണ് മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ ഒരു റോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു റോ മാത്രം എടുത്തു കഴിഞ്ഞാൽ റോ വൈസ് ആയിട്ടുള്ള റെപ്രസെന്റേഷനാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറേ എന്ന് പറയുന്നത് സാധാരണ ഒരു വേരിയബിൾ എങ്ങനെയാണോ ആ വേരിയബിൾ പോലെ തന്നെയാണ്. ഒരു നെയിം ഉണ്ടാവും. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ നെയിമിൽ നമുക്ക് ഒത്തിരി വാല്യൂസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മുടെ അറേയുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഈ വേരിയബിളിന്റെ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഇൻഡിജർ ടൈപ്പ് ആണ്. ഏജ് ഇൻഡിജർ ആണ്, ഏജ് 1 ഇൻഡിജർ ആണ്, ഏജ് 2 ഇൻഡിജർ ആണ്, ഏജ് 3 ഇൻഡിജർ ആണ്. അങ്ങനെ ഇതിനകത്ത് നമുക്ക് സേവ് ചെയ്യേണ്ട ഓരോന്നും ഇൻഡിജർ ആണ്. ഓരോന്നും ഇൻഡിജർ ആയതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് ഒരുമിച്ച് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ചിലപ്പോൾ ഒരാളുടെ ഏജ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ മാർക്കിന്റെ ആവറേജ് ആണ്. മാർക്കിന്റെ ആവറേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി ഒരു മാർക്കിന്റെ ആവറേജ് ആണെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് മാർക്ക് 1, മാർക്ക് 2 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ, അത് വേറെ കേസ്. അപ്പോൾ ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഒന്നിലധികം വാല്യൂസിനെ ഒരു സിംഗിൾ നെയിമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റിനെയാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറേ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവില്ല.
ഒറ്റ കാര്യം ഓർത്താൽ മതി, എവിടെ വേണമെങ്കിലും നമുക്ക് ഒന്നിലധികം വാല്യൂസ്, കോമൺ ആയിട്ടുള്ള വാല്യൂസ് എവിടെ വേണമെങ്കിലും അവിടെ നമുക്ക് അറേ യൂസ് ചെയ്യാം. അപ്പോൾ അറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ 2 എണ്ണം ഉള്ളൂ, അറേ യൂസ് ചെയ്യാം. 3 എണ്ണം ഉണ്ടോ, അറേ യൂസ് ചെയ്യാം. അങ്ങനെ 100 എണ്ണം ഉണ്ടോ, 1000 ഉണ്ടോ, അറേ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു വേരിയബിളിൽ ഒരൊറ്റ പേരായിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു പേരിൽ ഒന്നിലധികം വാല്യൂസ്, ഒരേ ഡേറ്റ ടൈപ്പിലുള്ള ഒന്നിലധികം വാല്യൂസിന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ അറേ എന്ന് പറയാം. ഇനി നമ്മൾ അറേയുടെ അടുത്ത എക്സാമ്പിളിലേക്ക്, അടുത്ത ഡെഫിനിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അറേ എന്തായിരിക്കും നമ്മുടെ സിയിലെ അറേ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും അറേ നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കുക. അറേ ആൻ അറേ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ്. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, എക്സാമ്പിൾ കാണിച്ചു തന്നു, മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻ എ സിംഗിൾ വേരിയബിൾ. സാധാരണ നമ്മൾ ഇൻഡിജർ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ്. ടു ഡിക്ലെയർ ആൻ അറേ, ഡിഫൈൻ എ വേരിയബിൾ ടൈപ്പ്, സ്പെസിഫൈ ദ നെയിം ഓഫ് ദ അറേ ഫോളോഡ് ബൈ എ സ്ക്വയർ ബ്രാക്കറ്റ്. സി, ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇത് ഏജ് എന്ന് പറയുന്നത് ഇൻഡിജർ ടൈപ്പിലുള്ള ഒരു അറേയാണ്. ഏജ് എന്ന് പറയുന്നത് ഇൻഡിജർ ടൈപ്പിലുള്ള ഒരു അറേയാണ്. അപ്പൊ നമ്മളിവിടെ ഏജ് ഇൻഡിജർ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡിജർ എടുത്താൽ ഇത് ഇതിന്റെ ഡേറ്റ ടൈപ്പാണ്. ഡേറ്റ ടൈപ്പ് ഇത് ഇതിന്റെ ഡേറ്റ ടൈപ്പാണ്. അത് അതിന്റെ ഡേറ്റ ടൈപ്പായിട്ട് സ്പെസിഫൈ ചെയ്തു. then അടുത്തത് അറേ എന്ന് പറയുന്നത് അടുത്തത് അതിന്റെ നെയിമാണ്, അറേയുടെ പേര്. അറേയുടെ നെയിം എന്താണോ, ഏതാണോ അറേയുടെ നെയിം, ആ നെയിമാണ് അറേ നെയിം. അറേ നെയിം, അറേയുടെ പേര് അവിടെ കൊടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ ദ സ്ക്വയർ ബ്രാക്കറ്റ്, എത്ര എലമെന്റുകളെയാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് സൈസ് ഓഫ് ദ അറേ. എത്ര എലമെന്റുകളെയാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്? അറേയുടെ സൈസ്. നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ഇപ്പൊ ഏജ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന വേരിയബിൾ ഇന്റ് ഏജ്, അതിന്റെ ബ്രാക്കറ്റിൽ 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇത് ഒരെണ്ണം. അതുപോലെ തന്നെ ഒരു ഡിഫറൻസ് നോക്കുക, ഇന്റ് ഏജ്. എന്തായിരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തെ ഇന്റ് ഏജ് മീൻസ് ഈ ഏജിൽ എനിക്ക് ഒരു വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഏജിൽ ഒറ്റ വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആദ്യം ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ 20 ആയിരിക്കും. 20 ആണെങ്കിൽ 20 സ്റ്റോർ ചെയ്തു. അപ്പോൾ 20 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ 20 ഞാൻ ഇറേസ് ചെയ്ത് കളയണം. 20 എന്താണോ ആ 20 ഞാൻ ഇറേസ് ചെയ്ത് കളയണം. 20 മാറ്റിയതിന് ശേഷം മാത്രമേ എനിക്ക് അടുത്ത വാല്യൂസ് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താണോ ഉണ്ടായിരുന്നത് 20 ഞാൻ അവിടെ കളഞ്ഞു. അത് കളഞ്ഞതിന് ശേഷമേ എനിക്ക് അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 15 സ്റ്റോർ ചെയ്യണം. ഇതാണ് ഈ അറേ എന്ന് പറയുന്നത്. അല്ല, ഈ അറേ അല്ല, ഈ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇൻഡിജർ ഏജ് ഒറ്റ വാല്യൂസ് മാത്രമേ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡിജർ അറേ. ഡേറ്റ ടൈപ്പ് ഇൻഡിജർ ആണ്. അറേയുടെ പേര് ഏജ് എന്നുള്ളതാണ്. അതിന്റെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സൈസ് സ്പെസിഫൈ ചെയ്തു. സൈസ് മീൻസ് ആ അറേയിൽ അറ്റ് എ ടൈം എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. 10 ഡിഫറെന്റ് ആയിട്ട് വരുന്ന വാല്യൂസ് അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഞാൻ 20 സ്റ്റോർ ചെയ്തു. 20 സ്റ്റോർ ചെയ്ത അത് അറേയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. 20 മായ്ക്കാതെ തന്നെ, അത് ഇറേസ് ചെയ്ത് കളയാതെ തന്നെ അടുത്ത ലൊക്കേഷൻ, അടുത്ത സ്പേസിൽ അടുത്ത നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ 15 ആണെങ്കിൽ 15 സേവ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിൽ 18 ആണെങ്കിൽ 18 എന്ന് പറയുന്ന വാല്യൂ സേവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ഡിഫറൻസ് എപ്പോഴും ഓർത്തിരിക്കണം. ഇന്റർ ഏജ് ഇസ് ആൻ ഇൻഡിജർ വേരിയബിൾ. ഇറ്റ് ക്യാൻ സ്റ്റോർ ഓൺലി വൺ വേരിയബിൾ അറ്റ് എ ടൈം. നമുക്ക് മറ്റൊരു വേരിയബിൾ സേവ് ചെയ്യണമെങ്കിൽ വി വാണ്ട് ടു റൈസ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും അടുത്ത വേരിയബിൾ അവിടെ സ്റ്റോർ ചെയ്യുക, അടുത്ത വാല്യൂസ് അവിടെ സ്റ്റോർ ചെയ്യുക. പക്ഷേ ഈ അറേയുടെ കേസ് എടുത്താലോ, അറേ എന്ന് പറയുന്നത് ഇൻഡിജർ അറേ ആണ്. അതിന്റെ സൈസ് 10 ആണ്. അത് ഇസ് അറ്റ് എ ടൈം. നമുക്ക് യൂസ് ചെയ്യാനൊരു നിർബന്ധമില്ല. അറ്റ് എ ടൈം മാക്സിമം 10 ഡിഫറെന്റ് വാല്യൂസ് ഈ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ സിന്റാക്സ് എങ്ങനെയായിരിക്കും അറേ ഡിക്ലെയർ ചെയ്യണത്? അറേ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ സിന്റാക്സ്, നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള സിന്റാക്സ് ഒന്ന് എന്താണ്? ഡേറ്റ ടൈപ്പ് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം വേരിയബിളിന്റെ നെയിം അല്ലെങ്കിൽ അറേ ഏതാണ് നെയിം, ഇതാണ് സാധാരണ ഡിക്ലറേഷൻ. അറേ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഡേറ്റ ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഡേറ്റ ടൈപ്പ്. ഇനി അവിടെ വേരിയബിൾ നെയിം വേണമെങ്കിൽ വേരിയബിൾ നെയിം യൂസ് ചെയ്യാം. അറേ ആയതുകൊണ്ട് അറേ നെയിം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അറേ നെയിം, ദെൻ ബ്രാക്കറ്റിൽ സൈസ്.
എത്രയാണോ അതിന്റെ സൈസ് അത്രയും സൈസ് ഡിക്ലെയർ ചെയ്തു സെമി കോളൻ. ദെൻ എക്സാമ്പിൾ നോക്കിയാൽ അടുത്തത് ഇൻഡ്, എനിക്ക് മാർക്കാണ് വേണ്ടത്. ഇൻഡ് അറേയുടെ മാർക്കാണ് വേണ്ടത്. ഇൻഡ് ഞാൻ മാർക്ക് ഡിക്ലെയർ ചെയ്യുന്നു. അടുത്തത് ഇൻഡ് മാർക്ക് ഓഫ്, എനിക്ക് 50 കൊടുത്തു, മാർക്ക് ഓഫ് 50. രണ്ട് നമ്മൾ ഡിഫറൻസ് എന്തായിരിക്കും? ആദ്യത്തേതിൽ എനിക്ക് ഒരു വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് ഒരു വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മാർക്ക് എന്ന് പറഞ്ഞോട്ട് ഒരു വാല്യൂസ് മാത്രം. ഇവിടെ നോക്കിയാലോ, മാർക്ക് എന്ന് പറഞ്ഞിട്ട് 50 ഡിഫറെന്റ് ആയിട്ട് വരുന്ന മാർക്കുകൾ എനിക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഡിഫറൻസ്. ക്ലിയർ? അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഓരോന്നോരോന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? അറേ എന്ന് പറയുന്ന ഒരു സിംഗിൾ വേരിയബിൾ നെയിം, അതായത് ഈ അറേ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അറേയുടെ നെയിം പറഞ്ഞാൽ എന്തായിരിക്കും? ഈ അറേയിൽ ഇങ്ങനെ പേര് മാർക്ക് എന്ന് തന്നെയാണ് അറേയുടെ പേര്. അപ്പൊ പക്ഷെ അത് ഡിക്ലെയർ ചെയ്തേക്കുന്ന അറേയാണ്. അറേ ആയതുകൊണ്ട് തന്നെ അതിനുള്ളിൽ അത്രയും വാല്യൂസ് എത്രയാണോ സൈസ് പറഞ്ഞേക്കുന്നത് അത്രയും സൈസ് ഉള്ള വാല്യൂസ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? എനി ഡൗട്ട്സ് ഓഫ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ? മെൽബിൻ, പവൻ, സൽവ, ക്ലിയർ? ക്ലിയർ ആൻസർ. യെസ്, ക്ലിയർ ആയി. ഓക്കെ, സോ അറേയുടെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ക്ലിയർ ആണെങ്കിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ. ഇനി അറേ ഡിക്ലെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടു ഡിക്ലെയർ ആൻ അറേ, എങ്ങനെയാണ് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്നത്? ടൈപ്പ്, ദാറ്റ് ഈസ് ഡാറ്റ ടൈപ്പ്, അറേയുടെ നെയിം, ബ്രാക്കറ്റിൽ അതിന്റെ സൈസ്. ദിസ് ഈസ് കോൾഡ് സിംഗിൾ ഡയമെൻഷണൽ അറേ. ഇനി നമ്മൾ അറേയുടെ കാറ്റഗറി മീൻസ് ദർ ആർ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് അറേ. അതായത് കാറ്റഗറി ഒന്ന് 1 ഡയമെൻഷണൽ അറേ, 1D, 1 ഡയമെൻഷണൽ അറേ, 1D array, 1 dimensional array. The next 2 dimensional array, then 3 dimensional array, 3 dimensional array, then multi-dimensional array, multi-dimensional array. Arrayയുടെ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ 1 dimensional array, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1 dimensional array ആണ്. 1 dimensional array contains only 1 row. അത് 2 dimensional നമ്മൾ പഠിക്കുമ്പോൾ 1 dimensional എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അതിന്റെ ഡയമെൻഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. 1 dimensional array ആണ്. അറേയുടെ ഡിഫറെന്റ് ടൈപ്പിലുള്ള അറേസ് ഉണ്ട്. അത് ഇന്റിജർ അറേ ഉണ്ട്, ക്യാരക്ടർ അറേ ഉണ്ട്. There are 2 type of arrays. ഒന്ന് ഇന്റിജർ അറേ, രണ്ട് ക്യാരക്ടർ അറേ. ദാറ്റ് ഈസ് ഇന്റിജർ അറേ, രണ്ട് ക്യാരക്ടർ അറേ. ഇന്റിജർ അറേ ഉണ്ടാവും, ദെൻ ക്യാരക്ടർ അറേ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1 dimensional ഇന്റിജർ അറേ ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറേ എന്താണെന്നുള്ളത്, അതിന്റെ കൂടുതൽ കാര്യങ്ങൾക്ക് അറേയുടെ ഡീറ്റെയിൽഡ് എങ്ങനെയാണെന്നുള്ളത്, ഏതൊക്കെ കാറ്റഗറി എങ്ങനെയാണെന്നുള്ളത് ടെക്സ്റ്റ് വായിക്കുക. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 1 dimensional array, 2 dimensional array, 3 dimensional array, then multi-dimensional array. കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടെണ്ണം, ഇന്റിജർ അറേ, ക്യാരക്ടർ അറേ. ഇന്റിജർ അറേ മീൻസ് നമ്മൾ സേവ് ചെയ്യുന്ന അറേയിലുള്ള എലമെന്റ്സുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇറ്റ്സ് ആൻ ഇന്റിജർ അറേ. ഇന്റ് ഏജ് 20. ഇറ്റ്സ് ആൻ ഇന്റിജർ അറേ. ക്യാരക്ടർ അറേ ആണെങ്കിൽ ക്യാരക്ടർ, നെയിം ബ്രാക്കറ്റിൽ 20. പക്ഷെ ക്യാരക്ടർ അറേ, ഇന്റിജർ അറേ ഉണ്ടാവും, ക്യാരക്ടർ അറേ ഉണ്ടാവും. 1 dimensional അറേ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 1 dimension മാത്രം, ഒരു റോ മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ അറേയുടെ ഡിഫറെന്റ് കാറ്റഗറീസ് അറേനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അറേയിലേക്ക് എങ്ങനെയാണ് വാല്യൂസ് കൊടുക്കുക? ദാറ്റ് ഈസ് ഇനീഷ്യലി ഫസ്റ്റ് വാല്യൂ. ഒരു വേരിയബിളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിൽ നമുക്ക് ആദ്യമേ വാല്യൂ കൊടുക്കുന്നത് 2 രീതിയിലാണ് വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ ഏത് മെത്തേഡുകളായാലും നമ്മൾ ഒരു വേരിയബിൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിന് വാല്യൂസ് കൊടുക്കുന്ന 2 രീതിയിലായിരിക്കും. ഒന്ന് റൺ ടൈം, അല്ലെങ്കിൽ ആദ്യം കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ. സെക്കൻഡ് റൺ ടൈം. എന്തായിരുന്നു നമ്മുടെ കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ, റൺ ടൈം ഇനീഷ്യലൈസേഷൻ? കമ്പൈൽ ടൈം മീൻസ് നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ നേരിട്ട് വാല്യൂ കൊടുത്തു. അതാണ് നമ്മുടെ കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ. സാധാരണ വേരിയബിൾ ആയാലും എങ്ങനെയായാലും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇന്റ് n equal to 10. ഇറ്റ്സ് എ കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ. അതായത് ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ നേരിട്ട് അതിലേക്ക് വാല്യൂ കൊടുത്തേക്കുവാണ്. അത് കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് റൺ ടൈം കൊടുക്കാം. മീൻസ് നമ്മൾ സ്കാനഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇന്റ് n എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? സ്കാനഫ് %d, %d, ampersand n. This is run time. അപ്പോൾ
നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഏത് വേരിയബിൾ ആയാലും ആ വേരിയബിളിലേക്ക് വാല്യൂസ് കൊടുക്കുന്നത്. നമ്മൾ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഡിഫറെന്റ് ആണ്. ഡിക്ലറേഷൻ മീൻസ് സി, ഇവിടെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ അത് ഇൻഡ് എൻ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഇറ്റ്സ് എ ഡിക്ലറേഷൻ. അത് ഡിക്ലറേഷൻ മാത്രമാണ്. കാരണം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അതിലേക്ക് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല, ഡിക്ലറേഷൻ മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം n ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ മീൻസ് വി ആർ ഗിവിംഗ് ഫസ്റ്റ് വാല്യൂ ടു ദ വേരിയബിൾ. ആദ്യത്തെ വാല്യൂ ആ വേരിയബിളിലേക്ക് കൊടുക്കുന്നത് ഇസ് ഇനീഷ്യലൈസേഷൻ. ഇനി നമ്മൾ ഇൻഡ് n ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാലും ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും കൂടെ ഒരുമിച്ച് നടത്തിയേക്കാണ്. ക്ലിയർ ആയി? ടേമുകൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻഡ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ എടുത്തു കഴിയുമ്പോൾ ആ വേരിയബിൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇൻഡ് n എന്ന് പറഞ്ഞ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിക്ലറേഷൻ, അല്ലെങ്കിൽ വാല്യൂ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം n ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമ്മൾ പ്രോഗ്രാമിൽ എഴുതി കൊടുത്തു. n ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമ്മൾ പ്രോഗ്രാമിലേക്ക് എഴുതി കൊടുത്താൽ ദാറ്റ് ഈസ് ഇനീഷ്യലൈസേഷൻ. ഫസ്റ്റ് വാല്യൂ അതിലേക്ക് കിട്ടിയത് ഇനീഷ്യലൈസേഷൻ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പ്രോഗ്രാമിൽ ഇൻഡ് n ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് എഴുതി. ഇത് ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഇവിടെ ഒരുമിച്ച് ചെയ്തേക്കുന്നതാണ്. സോ ഇങ്ങനെ വാല്യൂസ് കൊടുക്കുന്ന നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് കമ്പൈൽ ടൈം, രണ്ട് റൺ ടൈം. ദാറ്റ് ഈസ് ഇൻഡ് n ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഗ്രാമിൽ നേരിട്ട് വാല്യൂ കൊടുക്കുകയാണ്. നമ്മൾ കീബോർഡിൽ നിന്നൊന്നും അല്ല കൊടുക്കുന്നത്, നേരിട്ട് വാല്യൂസ് കൊടുത്തു. നേരിട്ട് വാല്യൂസ് കൊടുത്താൽ ഇറ്റ് ഈസ് കോൾഡ് കമ്പൈൽ ടൈം അസൈൻമെന്റ് ഓർ ഇനീഷ്യലൈസേഷൻ. അതല്ല, നമ്മൾ സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് വാല്യൂ കൊടുത്തേക്കുന്നത്. സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് വാല്യൂ കൊടുത്തേക്കുന്നത്. ഇറ്റ് ഈസ് റൺ ടൈം ഇനീഷ്യലൈസേഷൻ. ഇതാണ് നമ്മൾ സാധാരണ ഒരു വേരിയബിളിന്റെ കേസിൽ പറയാം. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡ് n എന്ന് പറഞ്ഞേക്കുന്ന ഒരു വേരിയബിളേ ഉള്ളൂ. സോ അതിലേക്ക് ഒരു വാല്യൂ മാത്രം കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ഇതേ കേസിൽ തന്നെ ഒരു അറേയുടെ കേസ് എടുത്തു. അറേയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയായി, ഒന്നിലധികം വാല്യൂസ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് വാല്യൂസ് കൊടുക്കണം. അതെങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത്? അപ്പൊ നമ്മളിവിടെ ഒരു അറേയുടെ കേസ് എടുക്കാം. നമ്മളിപ്പോ കഴിഞ്ഞ എക്സാമ്പിൾ നോക്കാം. നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻഡ് ഏജ്, ഈ ഏജ് ഓഫ് 5. ഏജ് ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇൻഡ് ഏജ് ഓഫ് 5 എന്താണ് നമുക്ക് ഉണ്ടായിരുന്നത്? ആ ഇൻഡ് ഏജ് ഓഫ് 5. ഇൻഡ് ഏജ് ഓഫ് 5 മീൻസ് 5 ഏജിന് 5 വാല്യൂസ് നമുക്ക് കൊടുക്കാം. എങ്ങനെയാണ് അതിലേക്ക് വാല്യൂസ് കൊടുക്കുന്നത്? അപ്പൊ ഇതിനെ എങ്ങനെയായിരിക്കും ഇനീഷ്യലൈസേഷൻ നടത്തുന്നത്? അപ്പൊ ഇതിനെ ഇനീഷ്യലൈസ് ചെയ്യാനായിട്ട്, അപ്പൊ ഇത് കമ്പൈൽ ടൈം മാത്രമാണ്, ഇത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. ഈക്വൽ ടു ദെൻ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ദാറ്റ് ഈസ് കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ വാല്യൂ 20, 21, 18, 17, then 19. ഇൻഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻഡിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ ഇൻഡിജർ വേരിയബിളിലേക്ക് വാല്യൂസ് കൊടുത്തു. എത്രയാണ്? 5 വാല്യൂസ് കൊടുത്തു. പക്ഷെ ഇവിടെ തൊട്ട് മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇൻഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാല്യൂസ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് ഒരു വാല്യൂസ് മാത്രം കൊടുത്താൽ പോരാ. നമ്മൾ എന്ത് ചെയ്തു? അറേയുടെ സൈസ് എത്രയായിരുന്നോ അത്രയും വാല്യൂസ് നമുക്ക് അതിലേക്ക് കൊടുത്തു. ഇൻഡ് ഏജ് 20, 21, 18, 70, 29 എന്ന് പറഞ്ഞിട്ടുള്ള 5 വാല്യൂസ് എത്രയാണ് നമുക്ക്? 5 വാല്യൂസ് നമുക്ക് അതിലേക്ക് കൊടുത്തു. ക്ലിയർ ആയി? ഈ 5 വാല്യൂസും നമ്മുടെ അറയിൽ സേവ് ചെയ്യുന്നുണ്ടാവും. ഇനി എങ്ങനെയായിരിക്കും ഈ 5 വാല്യൂസും നമ്മുടെ അറയിൽ സേവ് ആവണത്? ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു? ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ഈ മെമ്മറി ലൊക്കേഷന് ഒരു പേരുണ്ടാവും. ഈ പേരെന്ന് പറയുന്നത് ഏജ് എന്ന് പറയുന്ന പേരായിരിക്കും. ഈ പേരിൽ നമുക്ക് 20 എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ അവിടെ ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും. ഇനി ഇവിടെ എങ്ങനെയായിരിക്കും ഇത് നടക്കുന്നത്? ഇവിടെ ഏജ് എന്ന് പറഞ്ഞിട്ട് 5 ലൊക്കേഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് ആൻ അറേ. ഏജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെമ്മറി സ്പേസ് ഉണ്ടാവും. ഈ മെമ്മറി സ്പേസിലേക്ക് ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് വാല്യൂ, ഫോർത്ത് വാല്യൂ, ഒരു സെക്കൻഡ്, ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, സെക്കൻഡ് സ്പേസ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ദെൻ ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഏജ് എന്നായിരിക്കും ഇതിന്റെ പേര്. ഏജ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വാല്യൂ 20 ആയിരിക്കും. 20 ഇവിടെ പ്ലേസ് ചെയ്യും. 21 അടുത്ത വാല്യൂ 21 ആണ്, 21 ഇവിടെ പ്ലേസ് ചെയ്യും. അടുത്ത വാല്യൂ 18 ആണ്, 18 ഇവിടെ പ്ലേസ് ചെയ്യും. അടുത്ത വാല്യൂ 17 ആണ്,
17 ഇവിടെ പ്ലേസ് ചെയ്യും. 29 ആണ്, 29 ഇവിടെ പ്ലേസ് ചെയ്യും. ദെൻ ഇനി എങ്ങനെയായിരിക്കും ഈ ഓരോ ലൊക്കേഷനും ഐഡന്റിഫൈ ചെയ്യുന്നത്? ഓരോ ലൊക്കേഷനും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സി 5 എണ്ണം സേവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ 5 എണ്ണത്തിന്റെയും ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ മാത്തമാറ്റിക്സിലാണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് അറേ ആണെങ്കിൽ മാത്തമാറ്റിക്സിൽ അറേ പഠിച്ചു കഴിഞ്ഞാൽ അറേയുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ഇൻഡെക്സ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ഇതിന്റെ പൊസിഷനിലെ വാല്യൂ 0 ആയിരിക്കും. ഓൾവേസ് അറേയുടെ ഇൻഡെക്സ് വാല്യൂ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം 0. സോ നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2, 3, നെക്സ്റ്റ് 4. ക്ലിയർ ആയി? അപ്പോ ഇൻ ദി ഏജ് ഓഫ് 5, 20, 21, 18, 17, 29 എന്ന് പറഞ്ഞ് നമ്മൾ വാല്യൂസ് കൊടുത്തു. ഈ വാല്യൂസ് നമ്മുടെ മെമ്മറിയിൽ സേവ് ആകും. എങ്ങനെയായിരിക്കും സേവ് ആകുക? 5 പൊസിഷൻ 5 ലൊക്കേഷനിലായിരിക്കും സേവ് ആണത്. ആ ഓരോ ലൊക്കേഷനും ഓരോ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ടാവും. സീ ദ നെയിം ഇൻഡെക്സ് വാല്യൂസ്, ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടാവും. എങ്ങനെയാണോ ഉള്ളത്? ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടാവും. ഈ ഇൻഡെക്സ് നമ്പേഴ്സിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 എണ്ണമാണ്. ഇൻഡെക്സ് വാല്യൂസിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം 0 ഓൺവേർഡ്സ്. 0 ഓൺവേർഡ്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണോ ഉണ്ടായിരുന്നത്? 0 ഓൺവേർഡ്സ് ആയിരിക്കും അതിന്റെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഏജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 എണ്ണം വാല്യൂ കൊടുത്തു. ഈ കൊടുത്തേക്കുന്ന വാല്യൂ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള 5 ലൊക്കേഷനിലായിരിക്കും അത് സേവ് ആണത്. ഇനി എങ്ങനെയായിരിക്കും ഈ ഓരോ വാല്യൂസിനെയും കണ്ടുപിടിക്കുന്നത്? അതുപോലെ ഇവിടെ തന്നെ പറയാണ് എങ്ങനെയായിരിക്കും ഈ വാല്യൂസിനെ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഏജ്. ഫസ്റ്റ് വാല്യൂവിനെ കണ്ടുപിടിക്കുന്നത് ഏജ്. ഫസ്റ്റ് വാല്യൂ എങ്ങനെയാണോ ഫസ്റ്റ് വാല്യൂവിനെ കണ്ടുപിടിക്കുന്നത് ഏജ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0. ഏജ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0. ദിസ് റെപ്രസെന്റ്സ് ഫസ്റ്റ് വാല്യൂ. ദെൻ സെക്കൻഡ് വാല്യൂ എങ്ങനെയായിരിക്കും? സെക്കൻഡ് വാല്യൂ ഏജ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 1. ഓർക്കുക, സെക്കൻഡ് വാല്യൂ ആണ് ഏജ് സ്ക്വയർ ബ്രാക്കറ്റിൽ 1 റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സെക്കൻഡ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ തേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏജ് സ്ക്വയർ ബ്രാക്കറ്റിൽ 2. ഏജ് square bracket 2, it represents third value, represents 3th value, age represents. Clear ആയി? അപ്പോൾ ഒരു അറേ എടുത്തു കഴിഞ്ഞാൽ അറേയിൽ നമ്മൾ സേവ് ചെയ്യുന്ന വാല്യൂസ് ഉണ്ട്. നമ്മൾ ബ്രാക്കറ്റിലാണ് വാല്യൂസ് കൊടുക്കുന്നത്. 20, 21, 22 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണോ എലിമെന്റ്സ് ഉള്ളത് അത്ര എലിമെന്റ്സുകൾ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കും. ഈ ഓരോ വാല്യൂസും മെമ്മറിയിൽ റെപ്രസെന്റ് ആവുന്നത് ഒരു അറേ ഫോമിലായിരിക്കും റെപ്രസെന്റ് ആവുന്നത്. ഈ അറേ ഫോമിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. ഈ ഇൻഡെക്സ് വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറേയുടെ പേര് ഏതാണോ A of 0, age of 0, age of 1, age of 2, age of 3, age of 4. അറേയുടെ സൈസ് 5 ആണ്. പക്ഷേ ഓൾവേസ് ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ഫ്രം 0 ഓൺവേർഡ്സ്. 0 വരെ വന്നു കഴിഞ്ഞാൽ 5 ഡിജിറ്റ് എന്ന് പറയുന്നത് 4 വരെ വരുമ്പോഴേക്ക് 5 എണ്ണമായി. ക്ലിയർ ആയി? ഡിഫറൻസ് നോക്കുക. നമുക്ക് ഏജ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഏജിൽ നമുക്ക് 5 എണ്ണം സേവ് ചെയ്യാം. പക്ഷെ ഏജ് ഓഫ് 0 നമുക്ക് 4 സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത എവിടെയായിരിക്കും ഉണ്ടാവുന്നത്? അടുത്ത ഏജ് ഓഫ് 1 ഉണ്ടാവും. അടുത്ത വാല്യൂ ഏജ് ഓഫ് 2 ഉണ്ടാവും. ഇത് ഓരോന്നും ഒരു ഇൻഡിജർ ടൈപ്പിലുള്ള വാല്യൂസ് ആണ്. ഏജ് ഓഫ് 0, ഏജ് ഓഫ് 1, ഏജ് ഓഫ് 2, ഏജ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു സാധാരണ ഇൻഡിജർ വാല്യൂസ് ആണ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഇൻഡിജർ വാല്യൂസിൽ ഈ ഏജിൽ ഈ ഇൻഡ് ഏജ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇതേ എല്ലാ ഓപ്പറേഷനും നമുക്ക് ഈ അറേയിൽ വരുന്ന ഈ വേരിയബിളുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓർക്കേണ്ട കാര്യങ്ങൾ അറേ ആണ്. അറേ എന്ന് പറയുന്ന അറേയുടെ എങ്ങനെയാണ് അറേ ഡിക്ലറേഷൻ, അറേയിലേക്ക് എങ്ങനെയാണ് ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നത്. ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്ന മെത്തേഡ് നമുക്ക് 2 ടൈപ്പിലുള്ള മെത്തേഡ് ഉണ്ട്. ഒന്ന് കമ്പൈൽ ടൈം, റൺ ടൈം ഉണ്ട്. നമ്മൾ ഇപ്പോൾ പറയുന്നത് കമ്പൈൽ ടൈം ആണ്.
കമ്പൈൽ ടൈം മീൻസ് അറയിലേക്ക് നേരിട്ട് വാല്യൂസ് കൊടുക്കും. എങ്ങനെയായിരിക്കും കമ്പൈൽ ടൈം അറയിലേക്ക് നേരിട്ട് വാല്യൂസ് കൊടുക്കുന്നത്? നമ്മൾ നേരെ അറയുടെ എങ്ങനെയാണ് എഴുതിയത്? അറയുടെ ബ്രാക്കറ്റിൽ എഴുതി. അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദാറ്റ് ഈസ് ഇന്റ് ഏജ്, ഇന്റ് ഏജ്. അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എത്രയാണോ സ്പേസ് പറഞ്ഞു കൊടുത്തു. ഈക്വൽ ടു കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു. അതിനകത്തുള്ള വാല്യൂസ് 41 ആണെങ്കിൽ 41, 42 ആണെങ്കിൽ 42, 45, 45, 50, എത്രയാണ് ഉണ്ടായിരുന്നത്? 60, 38 ആണെങ്കിൽ 38. അറയിൽ ഇത്രയും വാല്യൂസ് നമ്മൾ കൊടുക്കും. ഇത് നേരിട്ട് വാല്യൂസ് കൊടുത്തേക്കുന്നതാണ്. ദിസ് ഈസ് കോൾഡ് കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറയുടെ ഓരോ ലൊക്കേഷനിലും ഏജിന്റെ ഓരോ ലൊക്കേഷനിലും ഓരോരോ വാല്യൂസ് സേവ് ആകും. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ സ്കാനഫ് ഉപയോഗിച്ച് കൊടുക്കാം. എങ്ങനെയായിരിക്കും സ്കാനഫ് ഉപയോഗിച്ച് കൊടുക്കുന്നത്? സ്കാനഫ് ഉപയോഗിച്ച് കൊടുത്താൽ അത് റൺ ടൈം ആയി. എങ്ങനെയായിരിക്കും സ്കാനഫ് ഉപയോഗിച്ച് കൊടുക്കുന്നത്? ഓരോ വാല്യൂസ് ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇതിന്റെ ആദ്യത്തെ ഇൻഡെക്സ് വാല്യൂ ഇവിടെ 0 ആണ്. ദാറ്റ് ഈസ് ഇത് ഏജ് ഓഫ് 0-ലാണ്, ഏജ് ഓഫ് 1-ലായിരിക്കും, ഏജ് ഓഫ് 2-ലായിരിക്കും, ഏജ് ഓഫ് 3-ലായിരിക്കും, ഏജ് ഓഫ് 4-ലായിരിക്കും. ഏജ് ഓഫ് 0-ലേക്ക് എനിക്ക് ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കാം. എങ്ങനെ വാല്യൂസ് കൊടുക്കാം? ഞാനിപ്പോ ഇവിടെ ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കുകയാണ്. ഏജ് ഓഫ് 0 ഈക്വൽ ടു 41. സെയിം ആണ്. ഏജ് ഓഫ് 0 ഈക്വൽ ടു 41. ഏജ് ഓഫ് 0-ലേക്ക് ഒരു വാല്യൂ കൊടുത്താൽ മതി. പക്ഷെ ഈ ഏജിനെ മൊത്തമായിട്ട് സ്പെസിഫൈ ചെയ്യുമ്പോൾ എല്ലാ വാല്യൂസും കൊടുക്കണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ് കൊടുക്കണം. അത് ഓർഡറിൽ മാത്രമേ അസൈൻ ആവുള്ളൂ. ഏജ് ഓഫ് 0 എന്ന് പറയുന്നത് 41 ആണ്. അപ്പൊ ഇതേ ഏജ് തന്നെ എന്ത് ചെയ്യാം? എനിക്ക് സ്കാനഫ് ഉപയോഗിച്ച് കൊടുക്കാം. സ്കാനഫ് ഈ ഏജ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ഇന്റ് ഏജ്. ഏജ് ഓഫ് 1 ഇറ്റ്സ് ഈക്വൽ ഇന്റ് ഏജ്. അപ്പൊ ഇന്റ് ഏജ് നമ്മൾ എങ്ങനെ സ്കാനഫ് കൊടുക്കാം? അതുപോലെ തന്നെ അറയിലുള്ള ഓരോ എലമെന്റിനും നമുക്ക് സ്കാനഫ് വാല്യൂസ് യൂസ് ചെയ്യാം. സ്കാനഫ് എന്താണ് യൂസ് ചെയ്യേണ്ടത്? പെർസെന്റേജ് ഇൻഡിജർ ആണ്. പെർസെന്റേജ് d, ആംപർസെന്റ്, ഓർക്കുക ആംപർസെന്റ് ഏജ് ഓഫ് 0. ദിസ് ഈസ് റൺ ടൈം. സ്കാനഫ് നമ്മൾ യൂസ് ചെയ്തു. ഇതെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് റൺ ടൈം ആണ്. സ്കാനഫ് ക്ലിയർ ആയി? അറയുടെ ഏജിനാണ് വാല്യൂ ഉണ്ടായിരുന്നത്, വാല്യൂ കൊടുത്തു, അതിന് റൺ ടൈം എല്ലാം നമ്മൾ വാല്യൂ അസൈൻ ചെയ്തു. ഇനി ഡൗട്ട്സ് ഓഫർ? ഡൗട്ട്സുകൾ ഉണ്ടാവണം. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുക. എനി ഡൗട്ട്സ്? യെസ് സാർ, ഇപ്പൊ സ്കാനഫ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ 5 വേരിയബിൾസിന് കൊടുക്കുന്ന സ്കാനഫ് യൂസേജ്? സ്കാനഫ് യൂസ് 5 വേരിയബിൾസ് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ പഠിച്ചേക്കുന്ന മാർഗം എന്താണ്? നമ്മൾ സ്കാനഫ് ഇവിടെ ഓർമ്മ യൂസ് ചെയ്തു. സ്കാനഫ് ഏജ് 0, സ്കാനഫ് അടുത്ത എന്ത് ചെയ്യണം? പെർസെന്റേജ് d, യെസ്, ഏജ് ആംപർസെന്റ്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനും പറ്റില്ല, ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഏജ് 1 ഇങ്ങനെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഏജ് 5 ഉള്ളതുകൊണ്ട് നമുക്ക് ഏജ് സ്കാനഫ് എന്ന് പറഞ്ഞ് കൊടുക്കാം. നമ്മൾ ഇതിനു വേണ്ടി വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഒരു ലൂപ്പ് യൂസ് ചെയ്താൽ പോരെ. അപ്പൊ ഏജ് 0, 1, 2, 3 എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ എന്ത് വരും? ലൂപ്പിന് പകരം ഇവിടെ I എന്ന് പറഞ്ഞു വരും. അത് നമുക്ക് അടുത്ത സ്റ്റേജിൽ പഠിക്കാം. ചോദിച്ചോണ്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോ ഡൗട്ട്സ് മക്കളെ, ഡൗട്ട്സ് പോരട്ടെ, എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ. ക്ലാസ്സിലായിരുന്നെങ്കിൽ ഞാൻ ഓരോരുത്തരെ കൂടെ ഡൗട്ടിൽ ചോദിക്കുന്നവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. യെസ്, അശ്വിൻ ക്ലിയർ ആണ്? ബെഞ്ചമിൻ ക്ലിയർ ആണ് സാർ. ക്ലിയർ. നമ്മുടെ ഗേൾസ് കുറച്ച് പിള്ളേരുണ്ടായിരുന്നല്ലോ, എവിടെയാണ് നമ്മുടെ ലിയ? ക്ലിയർ? സുരമ്യ? എനിക്ക് മോളുടെ വോയിസ് ക്ലിയർ ആയില്ല. ഡൗട്ട്സ്? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്തോ, ആൻസർ ചെയ്യാം. നിങ്ങളുടെ വോയിസും എൻ്റെ വോയിസും മാച്ച് ആവണമെങ്കിൽ ചാറ്റ് ചെയ്തോളൂ.
നോ ഡൗട്ട്സ്? എല്ലാവർക്കും ക്ലിയർ ആണ്? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് അടുത്ത ഒരു ക്ലാസ്സുകളുണ്ട്. ഒരു 10 മിനിറ്റ് നഷ്ടപ്പെട്ടു. സോ എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം നമ്മളേക്ക് അറേ എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. നമ്മൾ അടുത്ത ദിവസം മുതൽ അറേ വെച്ചിട്ടുള്ള പ്രോഗ്രാമുകളാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ? ഇതൊന്ന് ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് വായിക്കാതെ കാര്യം ഇരിക്കുന്നത്. എന്തായാലും ടെക്സ്റ്റ് വായിക്കണം. നാളെ ടെക്സ്റ്റിലുള്ള ഒന്നിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാവരും ചോദിക്കാം, ടെക്സ്റ്റ് വായിച്ചിട്ട് ഇരിക്കാവുള്ളൂ. ഓക്കെ പിള്ളേരെ, താങ്ക് യു ഓൾ. ബൈ. Okay, sir.